കൗസല്യ സുപ്രഭാതം എന്ന ആ ഒരു കവിത ചൊല്ലി രാമനെ വിളിച്ചുണർത്തുന്നതും ഈ സരയൂ നദീ തീരത്താണ്. അപ്പൊ ഈ സരയൂ നദീ തീരത്ത് ബാബറിന്റെ പള്ളി വരാൻ എന്ത് കാരണം? ഇത് ബാബർ ഇവരൊക്കെ അമ്മായിന്റെ മക്കളാണെന്നാ തോന്നുന്നത്. അമ്മായിന്റെ മക്കളാ ബാബരെ പള്ളി പൊളിച്ച് എന്തെല്ലാം എഴുതുന്ന ഭാഷയുള്ള എല്ലാ തെറികളും എന്നെ വിളിച്ചു. ഇതൊന്നും പറഞ്ഞോണ്ട് നുസ്രത് ജഹാൻ കുലുങ്ങൂല. നുസ്രത് ജഹാൻ തീയിൽ കൊളുത്തു വന്ന എന്നെ എന്ത് വിളിച്ചാലും എന്നോട് പറയണ്ടല്ലോ നിന്നെ എവിടെ കുഴിച്ചിടും. എന്നെ ഈ ഭാരതത്തില് എവിടെയെങ്കിലും ഒരു 6 അടി മണ്ണ് എനിക്ക് തരാൻ ഈ ഭാരതത്തിൽ എന്നെ സ്നേഹിച്ച ആരെങ്കിലും ഉണ്ടാവും. അല്ലാതെ ഈ സുടുക്കളെ ഒരൗദാര്യം എനിക്ക് വേണ്ട. എന്റെ ബാപ്പന്റെ കബർ കിടക്കുന്നത് ഖത്തറിലാണ്. ഈ നാട്ടിലേ ഇല്ല. എന്റെ ബാപ്പ എപ്പോഴും പറയും ഇവരൊന്നും ഇടയിൽ കബറിൽ പോലും കിടക്കാൻ പറ്റൂല പറയായിരുന്നു അത്ര എന്റെ ബാപ്പ. അതേ ആഗ്രഹം പോലെ തന്നെ ബാപ്പന്റെ അടുത്ത് ഒരു മലയാളി പോലും ഇല്ലാത്തൊരു ഖബർസ്ഥാനിലാണ് എന്റെ ബാപ്പ കിടക്കുന്നത്. അതുകൊണ്ട് മരണത്തിനെ പറ്റി, മരിച്ചിട്ട് കുഴിച്ചിടുന്നതിനെ പറ്റി നിങ്ങളെ കാര്യം നോക്കുക. എന്റെ ദൈവം എന്റെ മനസ്സിലാണ്. നമസ്കാരം, ഞാൻ നുസ്രത് ജഹാൻ. അയോധ്യയില് പ്രാണപ്രതിഷ്ഠയ്ക്ക് ആദ്യ ദിവസം തന്നെ രാംലല്ലയില് എന്നെ കാണാനും ദർശിക്കാനുള്ള ഭാഗ്യം കിട്ടി എനിക്ക്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. പിന്നെ എന്നോട് പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചവരെ പ്രാർത്ഥന അവിടെ സ്വീകരിക്കണേ, എല്ലാവർക്കും ആഗ്രഹമുള്ളവർക്ക് വന്ന് കാണാൻ പറ്റണേന്നും ഞാൻ അവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹം ഒരിക്കൽ കൂടി പറയുന്നു. പിന്നെ വാൽമീകി മരമര എന്ന് പറഞ്ഞ് രാമന്റെ അടുത്തെത്തി രാമായണ കഥ എഴുതിയ പോലെ തന്നെ വാൽമീകി രാമായണം പറഞ്ഞും പാടിയും കേട്ടും കുട്ടിക്കാലം തൊട്ടേ കേട്ടും ഞാനും അയോധ്യയിലെത്തി രാമന്റെ പ്രതിഷ്ഠ ആദ്യം തന്നെ കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായി എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. ഈ നൂറ്റാണ്ടിന്റെ ഒരു ഉത്സവമാണ് ഞാൻ പങ്കെടുത്തത്. അത് എന്നും ചരിത്രത്തിൽ കിടക്കും എന്നുള്ളത് ഉറപ്പാണ്. എല്ലാവർക്കും ഒരു കൂടി സ്നേഹം പ്രാർത്ഥനകളും. പിന്നെ എനിക്ക് പറയാനുള്ള അവിടുത്തെ കണ്ടതിൽ നിങ്ങൾ ചോദിച്ചു എന്ത് ഫീൽ ചെയ്ത്. അപ്പൊ അയോധ്യ പട്ടണം കണ്ടു കഴിഞ്ഞാൽ അയോധ്യ പട്ടണത്തിൽ അന്ന് കണ്ടത് ആ ദിവസം ഒരു പട്ടാഭിഷേകം നടക്കുന്ന ഒരു രാജ്യത്തിന്റെ പ്രതീതിയായിരുന്നു. ഭക്ഷണവും ആഘോഷങ്ങളും സന്തോഷവും ജനങ്ങളിൽ എല്ലായിടത്തും ഭക്ഷണം, പാട്ട്, ഡാൻസ്. ഇത് വീടുകളിൽ ഗല്ലികളിൽ കൂടെ നടന്ന് 3 കിലോമീറ്റർ നടന്ന രാവിലെ അന്ന് 5 കിലോമീറ്ററോളം പിന്നെ വാഹനങ്ങളൊന്നും വിട്ടുണ്ടായില്ല. അപ്പൊ പല വീടുകളിലും കണ്ടപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു 11 ദിവസം വ്രതം എടുക്കുന്നവരുണ്ട്, 3 ദിവസം വ്രതം എടുക്കുന്നവരുണ്ട്, രാംലല്ല വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഒരു നാട് അതിനു വേണ്ടി കാത്തിരിക്കുന്ന നൂറ്റാണ്ടുകളായിട്ട് അവരെ കാരണവന്മാര് അവര് പറഞ്ഞു കേട്ടത് പോന്നിട്ട് 500 കൊല്ലത്തെ പ്രയത്നം അവരെ പിതൃക്കൾക്ക് വേണ്ടിയും കൂടിയാണ് അവര് ആ ഒരു വ്രതം എടുക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി മുറ്റത്ത് കൊലായില് പിന്നെ ബെഡൊക്കെ ഇട്ട് പുതപ്പൊക്കെ വെച്ച് തീയൊക്കെ കാഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഒരു നാട് കാത്തിരിക്കുക. അപ്പൊ അതിന്റെ സന്തോഷം അവിടെ എല്ലായിടങ്ങളിലുണ്ട്. സന്തോഷമുള്ള ആൾക്കാർ ഒരു പിടിച്ചു പറയോ കള്ളന്മാരോ ഒന്നും അവിടെ കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനത്തെ ഒരു സംഗതി പേടിക്കേണ്ട ആവശ്യം തന്നെയില്ല. എല്ലാവരും കെയർ ചെയ്യണം. പിന്നെ പോലീസ് ഓഫീസേഴ്സുമാര് അത് ഏറ്റവും കസ്റ്റമർ സർവീസ് കൊടുക്കുന്ന UP പോലീസിനെയാണ് നമ്മളെവിടെ ഒരു സ്റ്റേറ്റിലും കാണാത്ത വിധത്തിലെ പോലീസുകാരാണ് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു പട്ടണത്തിന് ശരിക്കും ഒരു രാജ്യഭരണത്തിന്റെ ഉള്ളിൽ എങ്ങനെ ഉണ്ടാവും അത് കാണിച്ചു. ഇനി ആ പട്ടണം ഉറങ്ങൂല. ഇന്ത്യന്റെ അല്ല ലോകത്തിന്റെ ഹൃദയം തന്നെ അതായിരിക്കും. സരയൂ നദി തീരത്തെ അയോധ്യ എന്നും ലോക ചരിത്രത്തിൽ ഒരിക്കലും മാഞ്ഞു പോകാൻ ബ്രഹ്മാവ് വാൽമീകിയോട് പറഞ്ഞ പോലെ ലോകമുള്ളോടത്തോളം കാലം നിന്നെ രാമായണം ഇരിക്കുന്ന ബ്രഹ്മാവ് പറഞ്ഞിട്ടുണ്ട്. അതന്നെയാണ് എനിക്കും പറയാനുള്ളത് ഇപ്പോൾ. അപ്പൊ ഈ വാൽമീകി രാമായണത്തിൽ പറഞ്ഞ സരയൂ നദി രാമന്റെ കുട്ടിക്കാലവും കല്യാണവും വനവാസവും സീതയുടെ വനവാസവും ലവകുഷ്ണന്മാരുടെ ജനനവും ഒക്കെ ഈ സരയൂ നദി കഥ പറയാനുണ്ട്. പിന്നെ 2 കിളികളെ വെടിവെച്ച് ഇപ്പോ വശിഷ്ഠ മഹർഷി പറഞ്ഞതു രാമായണത്തിന്റെ ആദ്യ വാക്യം തുടങ്ങുന്നത് വരെ അതും സരയൂ നദിന്നാണ്. പിന്നെ സുപ്രഭാതം കൗസല്യ സുപ്രഭാതം എന്ന ആ ഒരു കവിത ചൊല്ലി രാമനെ വിളിച്ചുണർത്തുന്നതും ഈ സരയൂ നദീ തീരത്താണ്. അപ്പൊ ഈ സരയൂ നദീ തീരത്ത് ബാബറിന്റെ പള്ളി വരാൻ എന്ത് കാരണം? അതാണ് അവിടുത്തെ ചോദ്യം. അപ്പൊ അവിടെ നമ്മൾ നോക്കിയാൽ രാം മഹൽ പറഞ്ഞ് ഞാൻ ആ വിളക്ക് കത്തിച്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ സ്ഥലത്താണ് അതിന്റെ എൻട്രൻസ് ആണ്. അത് കൊട്ടാരത്തിന്റെ എൻട്രൻസ്. അത് അത്രയും പഴയതാണ്. അത്ര ചെറിയ എൻട്രൻസ് കാണുമ്പോൾ പഴയ കൊട്ടാരങ്ങള് ഇല്ലങ്ങളൊക്കെയാണല്ലോ നമ്മൾ അങ്ങനെ കാണും. അത് കഴിഞ്ഞാൽ ദശരഥ മഹൽ, അത് കഴിഞ്ഞാൽ ജാനകി മഹൽ, അതിന്റെ അപ്പുറത്ത് അതിന്റെ നടുക്കായിട്ടാണ് എന്ത് പിന്നെ ഹനുമാൻഗഡി.
ഹനുമാൻ ഗഡി അന്ന് ശ്രീരാമനെയും ലക്ഷ്മണനെയും പരിക്കേറ്റപ്പോ ലങ്കയിൽ നിന്ന് തോളിലേറ്റി കൊണ്ടുവന്ന് കിടത്തിയ സ്ഥലം എന്നാണ് പറയുന്നത്. അതിനാണ് ഹനുമാന്റെ ആ സ്ഥലത്തിന്റെ ഇമ്പോർട്ടൻസ്. അത് കഴിഞ്ഞ അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ്, ഈ 1.5 കിലോമീറ്ററിലാണ് അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് രാംലല്ല വെച്ച രാമമന്ദിരം. അപ്പൊ ഈ രാമൻ ജനിച്ച സ്ഥലം എന്ന് പറയുന്ന ആ വീട്, കൗസല്യയുടെ വീട്, ആ ജനിഞ്ഞ സ്ഥലത്ത് തന്നെ ബാബര പള്ളി കെട്ടിപ്പൊക്കിയത് എങ്ങനെയാന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. കെ മുഹമ്മദ് എന്ന ആർക്കിയോളജിസ്റ്റ് അതിന്റെ മണ്ണിന്റെ അടിയിലുള്ള കഥകള്, അമ്പലത്തിന്റെ അവശിഷ്ടങ്ങൾ കിട്ടിയെന്ന് അയാൾ വ്യക്തമായിട്ട് എപ്പോഴും പറയുന്നുണ്ട്. എല്ലാവരും അതൊന്നും കോടതി വിധിച്ചതുപോലെ ആർക്കിയോളജിസ്റ്റ് അതിന്റെ മണ്ണിന്റെ അടിയിലുള്ള കഥകള്, അമ്പലത്തിന്റെ അവശിഷ്ടങ്ങൾ കിട്ടിയെന്ന് അയാൾ വ്യക്തമായിട്ട് എപ്പോഴും പറയുന്നുണ്ട്. എല്ലാവരും അതൊന്നും കോടതി വിധിച്ചതുപോലും കേൾക്കാത്ത നമ്മളെ സുടുക്കളോട് പറയാനുള്ളത്, ആധിപത്യവും അധിനിവേശവും പവർ കാണിച്ചാണ് ബാബർ അവിടെ സ്ത്രീകളോടും ജനങ്ങളോടും അന്നത്തെ അവിടുത്തെ സനാതന ധർമ്മത്തിന്റെ തകർക്കുക തന്നെയായിരുന്നു മുഗളന്മാരെല്ലാരെയും ആശയം. അത് മനസ്സിലാക്കണമെങ്കിൽ എന്താ അറിയോ, ഈ ദർഗകൾ നിങ്ങൾ നോക്കിയാൽ കാണാം. ഒരു ദർഗകൾക്കും ഇവിടെ ഒരു ഹിന്ദുവോ വേറൊരു സന്യാസിയോ എതിര് പറഞ്ഞില്ല. അവർ പോവും. അജ്മീർ ദർഗാ ഷെരീഫ്, നിസാമുദ്ദീൻ ദർഗാ ഷെരീഫ്, കുത്തബ് മിനാർ ദർഗാ ഷെരീഫ്, ബാബാ ഷെരീഫ് ദർഗാ ഷെരീഫ്, ഇവിടെയൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല. അവിടെ ഹിന്ദു മുസ്ലിം എല്ലാം ഐക്യമായി പോകുന്നു. അവരൊക്കെ വന്ന് അവരെ സ്ഥലത്ത്, അവരൊരു വിജനമായ സ്ഥലത്ത് അവരുടെ സൂഫിസം പ്രചരിപ്പിച്ച, അതാണ് സൂഫിസം. അതാണ് യഥാർത്ഥ ഇസ്ലാം. സ്നേഹിക്കുക മനുഷ്യരെ, ഉള്ളിലാണ് ദൈവം. നിന്റെ ദൈവത്തിനെ നീ സ്നേഹിക്കുക, പേടിക്കല്ല, ആധിപത്യം കാണിക്കല്ല മറ്റൊരാൾ എന്നുള്ള സന്ദേശമാണ് സൂഫികളും കൊടുക്കുന്നത്. സനാതന ധർമ്മത്തിലെ സന്യാസിമാരും ഋഷിവര്യന്മാരും മുനീശ്വരന്മാരും ഒരേപോലെയാണ്, ഞങ്ങളെ സൂഫികളെ പോലെ തന്നെയാണ്. പല സൂഫികളെയും കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ അയോധ്യയിൽ വെച്ചു ഒരുപാട് വർഷങ്ങൾ, ഇപ്പോൾ ഫോട്ടോ എടുക്കാനൊന്നും പറ്റാൻ സമ്മതിക്കാത്ത മുനീശ്വരന്മാരെ പോലത്തെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരെയൊക്കെ അനുഗ്രഹം കിട്ടി. അതൊക്കെ കാണുമ്പോൾ അവരെയൊക്കെ കാണും. ശരിക്കും ഒരു ജന്മത്തിൽ എവിടെയോ ഏതോ ഒരു ജന്മത്തിലാണ് ഞാനുള്ളതെന്ന് പോലും ആലോചിച്ചു പോയി. കാരണം ഈ ലോകത്തിൽ നടക്കുന്ന ഒന്നുമല്ല അവിടെ എനിക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ അതുപോലുള്ള ആൾക്കാരെ കാണാൻ പറ്റി. അപ്പൊ അവരൊക്കെ ഇത്രയും കാലം കാത്ത അയോധ്യയിൽ ഈ 500 വർഷത്തിന് ശേഷം കാത്തുന്ന ഇത്രയും ആവേശത്തോടെ കാത്തിരുന്ന് വന്നെങ്കിൽ ഇത് ഒരാളീ അജണ്ട അല്ല. ഇത് സത്യം വിജയിച്ചു, ധർമ്മം ജയിച്ചു. രാമൻ സത്യത്തിന്റെ ധർമ്മത്തിന്റെ ഐഡിയോളജിയാണ്. രാമായണം ലോകമുള്ളിടത്തോളം കാലം നിൽക്കുന്നു പറഞ്ഞ പോലെ തന്നെ വിഷ്ണുവിന്റെ അവതാരമായ രാമന്റെ കഥ ഈ രാമൻ മര്യാദ പുരുഷൻ എന്നുള്ള ആ ഒരു ചരിത്രം, ഡെമോക്രസീന്റെ ഒരു വേർഡാണ് രാമൻ. അപ്പൊ ആ രാമരാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഭാരതീയരല്ല, ലോകത്തുള്ള രാമഭക്തര്, ലോകത്തിൽ എല്ലാ സ്ഥലത്തേക്കും അഖണ്ഡ ഭാരതത്തിൽ തന്നെ രാമായണത്തിന് പേരുകളുണ്ട്. അപ്പൊ അവരൊക്കെ വരും. അപ്പൊ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭാരതത്തിന്റെ കമേഴ്ഷ്യൽ സിറ്റി ആയിട്ട് മാറാൻ പോവുകയാണ്. വലിയ കെട്ടിടങ്ങളൊന്നും വന്നിട്ടില്ല, തുടങ്ങുന്നേ ഉള്ളൂ. കാരണം മന്ദിരം തന്നെ ഏറ്റവും ഇതായിട്ട് ഉണ്ടാക്കിയ, എത്രയും സ്പീഡിൽ ഉണ്ടാക്കിയ ഒരു മന്ദിരമാണല്ലോ. അപ്പൊ അതിന്റെ ചുറ്റുള്ള കാര്യങ്ങളും ഹോട്ടൽസും ഹോസ്പിറ്റൽസും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുള്ളൂ. അതുപോലെ തന്നെ അപ്പുറത്ത് പള്ളിയും വരുന്നുണ്ട്. അതിനെ പറ്റിയൊന്നും ആരും സംസാരിക്കുന്നില്ല. മക്കയിലെ പള്ളിയിൽ പോയി ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ പറയണല്ലോ ഇവിടെ വന്നിട്ട് പറയണേ. ഇത് ബാബർ ഇവരൊക്കെ അമ്മായിന്റെ മക്കളാണെന്നാ തോന്നുന്നത്. അമ്മായിന്റെ മക്കളാ ബാബരെ പള്ളി പൊളിച്ച് എന്തെല്ലാം എഴുതുന്ന ഭാഷയുള്ള എല്ലാ തെറികളും എന്നെ വിളിച്ചു. ഇതൊന്നും പറഞ്ഞോണ്ട് നുസ്രത് ജഹാൻ കുലുങ്ങൂല. നുസ്രത് ജഹാൻ തീയിൽ കൊളുത്തു വന്ന എന്റെ കഥ നിങ്ങൾക്ക് പലർക്കും ഞാൻ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്തു എന്നുള്ളതും ഞാൻ എന്താ പഠിച്ചെന്നുള്ളത് ഞാൻ പിന്നെ വന്ന് ഞങ്ങൾക്ക് വിശദീകരിക്കാം. പക്ഷെ ഇപ്പൊ അയോധ്യയുടെ കഥ പറയുമ്പോൾ ഒരിക്കൽ പോലും ഈ എന്താ പറയുക ആധിപത്യം സാധിക്കാനല്ലാതെ ഈ ഭാരതത്തിന്റെ സംസ്കാരം തല്ലി തകർത്താൻ വേണ്ടി മാത്രമായിരുന്നു മുഗളന്മാര് ഇവിടെ വന്നിരുന്നുള്ള വലിയ തെളിവാണ് ഈ ഒരു ഇത് തന്നെ കണ്ടാല്. അപ്പൊ അമ്പലമുള്ളിടത്ത് തന്നെ പള്ളി, എത്രയോ ചുറ്റുള്ള സ്ഥലങ്ങളുണ്ട് അല്ലെ. അതൊന്നും ഇവർക്ക് പ്രശ്നമില്ല. അപ്പൊ രാമായണ കഥയിലെ സരയൂ നദി ഒഴുകണ തീരത്തെ പട്ടണം അയോധ്യ പട്ടണത്തിൽ രാമൻ ഭരിച്ച് ദശരഥ മാതാവിന്റെ കൊട്ടാരമുള്ള ഈ ഒരു പട്ടണം തന്നെയാണ്. അത് ഓരോ ഇന്ത്യക്കാരനും ഇനി ഈ ചരിത്രമാണ് നമ്മളെ കുട്ടികൾക്ക്. കാരണം നമ്മളെ മാതൃകകൾ കാണിക്കേണ്ടത് നല്ല മനുഷ്യരിലൂടെ ആയിരിക്കണം. ഇതുപോലുള്ള കഥകളൊന്നും കേട്ടാലും പറഞ്ഞാലും ഒന്നും ഇവർക്കൊന്നും മനസ്സിലാവില്ല. അവർ കേട്ടിട്ടില്ലാത്തതുകൊണ്ടാണ് അത് പറയുന്നത്. എന്നെ എന്ത് വിളിച്ചാലും എന്നോട് പറയണ്ടല്ലോ നിന്നെ എവിടെ കുഴിച്ചിടും. എന്നെ ഈ ഭാരതത്തില്
എവിടെയെങ്കിലും ഒരു 6 അടി മണ്ണ് എനിക്ക് തരാൻ ഈ ഭാരതത്തിൽ എന്നെ സ്നേഹിച്ച ആരെങ്കിലും ഉണ്ടാവും. അല്ലാതെ ഈ സുടുക്കളെ ഒരൗദാര്യം എനിക്ക് വേണ്ട. എന്റെ ബാപ്പന്റെ കബർ കിടക്കുന്നത് ഖത്തറിലാണ്. ഈ നാട്ടിലേ ഇല്ല. എന്റെ ബാപ്പ എപ്പോഴും പറയും, ഇവരൊന്നും ഇടയിൽ കബറിൽ പോലും കിടക്കാൻ പറ്റൂല പറയായിരുന്നു അത്ര എന്റെ ബാപ്പ. അതേ ആഗ്രഹം പോലെ തന്നെ ബാപ്പന്റെ അടുത്ത് ഒരു മലയാളി പോലും ഇല്ലാത്തൊരു ഖബർസ്ഥാനിലാണ് എന്റെ ബാപ്പ കിടക്കുന്നത്. കൊല്ലത്തിൽ ഞാൻ പോയി കാണാറുണ്ട്. അതുകൊണ്ട് മരണത്തിനെ പറ്റി, മരിച്ചിട്ട് കുഴിച്ചിടുന്നതിനെ പറ്റി നിങ്ങളെ കാര്യം നോക്കുക. എന്റെ ദൈവം എന്റെ മനസ്സിലാണ്. സൂഫിസത്തിലെ അതേ ചിന്താഗതിയിൽ പോണ അതാണ് സനാതന ധർമ്മം പറഞ്ഞത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള മതങ്ങളെ മേലെ അടിച്ചേൽപ്പിക്കുക, സ്വയം നന്നാവുക എന്ന് പറഞ്ഞ ലോകോ സുഖിനോ ഭവന്തു, അത് മാത്രം പ്രാർത്ഥിച്ച ഭാരതത്തിന് എന്നും ഇത് എക്കാലവും നിലനിൽക്കും. നന്ദി. ജയ് ശ്രീറാം.